Hi friends, welcome back to my today's class Basic Medical Terminology. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് മെഡിക്കൽ ടെർമിനോളജിയുടെ ലെസൺ 5 ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹിസ്റ്റോ. ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ. അപ്പോൾ ഹിസ്റ്റോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹിസ്റ്റോളജി മീൻസ് സ്റ്റഡി അബൌട്ട് ടിഷ്യൂ. നെക്സ്റ്റ് ഹൈഡ്രോ. ഹൈഡ്രോ മീൻസ് സ്വെറ്റിംഗ്. നെക്സ്റ്റ് ഹെമ അല്ലെങ്കിൽ ഹീമോ അല്ലെങ്കിൽ ഹെമാറ്റോ, ഇതൊക്കെ പറഞ്ഞാൽ ബ്ലഡ്. ഫോർ എക്സാമ്പിൾ ഹെമറ്റോമ, അതെന്ന് വെച്ചാൽ ഹെമറ്റോമ ഒരു ബ്ലഡ് ക്ലോഗിങ് ആണ്, അതാണ് ഹെമറ്റോമ. നെക്സ്റ്റ് ഹാപ്റ്റോ, റിലേറ്റിംഗ് ടു ടച്ച്. ഹാലിറ്റ്, ബ്രീത്ത്. പ്രൊപ്രിയോ മീൻസ് പ്രഷർ ടച്ച്. ജെർ അല്ലെങ്കിൽ ജെറോ, Geronto means old age. Lith means stone. For example, nephrolithiasis. Nephro means kidney. Lith means stone. Iasis means condition. For nephrolithiasis means stone in kidney. Next is side. Side means killer അല്ലെങ്കിൽ killing. For example, suicide എന്നൊക്കെ പറയില്ലേ, അതാണ് killing. നെക്സ്റ്റ് ക്യാപ്റ്റർ, അത് പറയുന്നത് റിസപ്റ്റർ അല്ലെങ്കിൽ സെൻസാർ ആണ്. നെക്സ്റ്റ് കുറെ മെഡിക്കൽ ടെർമിനോളജിയുടെ എക്സാമ്പിൾസ് ആണ്. ഈ പ്രിഫിക്സ്, സഫിക്സ്, മെയിൻ ടേം എല്ലാം കൂടി ചേർന്ന കുറെ മെഡിക്കൽ ടെർമിനോളജിയുടെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ പോളിഫേജിയ. പോളി മീൻസ് എക്സസീവ്, ഫേജിയ മീൻസ് എന്താണ്, ഈറ്റിംഗ്. അപ്പോൾ പോളിഫേജിയ മീൻസ് എക്സസീവ് ഈറ്റിംഗ് ആണ്. ഈറ്റിംഗ് ഞാനിവിടെ ഇട്ടിട്ടില്ല, സോറി. എക്സസീവ് ഈറ്റിംഗ് ആണ്. നെക്സ്റ്റ് ഡിസ്പെപ്സിയ. ഡിസ് മീൻസ് പ്രോബ്ലം, പെപ്സിയ മീൻസ് ഡൈജഷൻ. അപ്പൊ പ്രോബ്ലം ഇൻ ഡൈജഷൻ ആണ് ഡിസ്പെപ്സിയ അല്ലെങ്കിൽ ഇൻഡൈജഷൻ. കോളിഎമിസിസ്, കോളിയാമിസിസ് എന്ന് വെച്ചാൽ വോമിറ്റിംഗ് ഓഫ് ബൈൽ. കോളി മീൻസ് ബൈലാണ്, എമിസിസ് വോമിറ്റിംഗ്. അപ്പൊ ഇത് രണ്ടോട് ചേരുമ്പോൾ വോമിറ്റിംഗ് ഓഫ് ബൈൽ. ഹൈപ്പർ കാൽസിയൂറിയ. കാൽസിയൂറിയ, ഹൈപ്പർ കാൽസിയൂറിയ മീൻസ് എക്സസീവ് ലെവൽ ഓഫ് കാൽഷ്യം ഇൻ യൂറിൻ. നെക്സ്റ്റ് സെയിം നെഫ്രോലിത്തിയാസിസ്, കിഡ്നി സ്റ്റോൺ. ആർത്രാൽജിയ, ജോയിന്റ് പെയിൻ. ഞാനിവിടെ ഇത് തെറ്റായിട്ട് TH ആണ് ഇടേണ്ടത്, ആർത്രാൽജിയ ആണ്, ജോയിന്റ് പെയിൻ. നെക്സ്റ്റ് ലൊക്കേഷൻസിൽ എന്തൊക്കെയാണ് മെഡിക്കൽ ടെർമിനോളജീസ് വരുന്നത് നോക്കാം. ആക്സിയോ മീൻസ് ആക്സിയൽ ഡയറക്ഷൻ. കാറ്റ മീൻസ് ഡൗൺ അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് എന്നൊക്കെ പറയാം. എക്, ഔട്ട്സൈഡ്. വെൻട്രോ മീൻസ് ടുവേർഡ്സ് ദ ഫ്രണ്ട് സൈഡ്. ഡോർസോ മീൻസ് towards the back side അല്ലെങ്കിൽ ബാക്ക് സൈഡ്. ലാറ്ററൽ, റിലേറ്റിംഗ് ടു ദി സൈഡ്സ്. നമ്മുടെ രണ്ട് സൈഡ്സിനെയാണ് ലാറ്ററൽ എന്ന് പറയുന്നത്. കൗഡോ മീൻസ് ടെയിൽ. മീസോ, മിഡിൽ. നെക്സ്റ്റ് സെൽസിലുള്ളത്. കാരിയോ മീൻസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയോ സെയിം ന്യൂക്ലിയസ് തന്നെയാണ്. പൊയ്ക്കിലോ, വേരിയേഷൻസ്. റെട്ടിക്കുലോ, റെട്ടിക്കുലോസൈറ്റ്. സ്പിയറോ, ഷേപ്പ് ഓഫ് സ്പിയറിനെ പറയുന്നതാണ് സ്പിയറോ. ആന്ത്രോപ്പോ ഹ്യൂമൻ റേസ്. നെക്സ്റ്റ് കോർപ്പോ മീൻസ് റിലേറ്റിംഗ് ടു ദി ബോഡി. സൊമാറ്റോ മീൻസ് സെയിം ബോഡി. നെക്സ്റ്റ് ഓർഗനോ മീൻസ് ഓർഗൻ. വിസറോ, ഇന്റേണൽ ഓർഗൻസിനെയാണ് വിസറോ മീൻസ് പറയുന്നത്. വിസറൽ പാർട്സ്, വിസറൽ ഓർഗൻസ്, ഇതൊക്കെ ഇന്റേണൽ ഓർഗൻസ് ആണ്. കീലോ മീൻസ് ടിഷ്യൂ. പ്രോട്ടിയോ, റിലേറ്റിംഗ് ടു ദി പ്രോട്ടീൻ. ഫാം മീൻസ് ഡ്രഗ്സ്. സെയിം ഫാർമക്കോ മീൻസ് മെഡിക്കേഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്, ഫാം അല്ലെങ്കിൽ ഫാർമക്കോ, ഡ്രഗ് അല്ലെങ്കിൽ മെഡിക്കേഷൻ. മോർഫോ, സ്ട്രക്ചർ, മോർഫോളജി എന്നൊക്കെ പറയുന്നത്. മോർഫോളജി എന്താണ്? സ്റ്റഡി അബൌട്ട് സ്ട്രക്ചർ. ന്യൂട്രിയോ, റിലേറ്റിംഗ് ടു ദി ന്യൂട്രീഷൻ. ഫിസിയോ മീൻസ് നേച്ചർ. നെക്സ്റ്റ്
Lumino means light. Nomen, name. Nomenclature എന്നൊക്കെ അതാണ് nomen, name. Nomo means law. Psycho, junction അല്ലെങ്കിൽ യൂണിയൻ. വൈറോ പറയുന്നത് വൈറസ്. ടെക്നോ മീൻസ് സ്കില്ലാണ്. ടൈപ്പ് ഇതൊരു സഫിക്സ് ആണ്. ഇത് ഇങ്ങനെ വന്നാൽ സഫിക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ടൈപ്പ് മീൻസ് ക്ലാസ്. സ്പെക്ട്രോ ഇതൊരു പ്രിഫിക്സ് ആണ്. സ്പെക്ട്രം. മൈക്കോ മീൻസ് ഫംഗസ്. നെക്സ്റ്റ് മൈക്കോസിസ് ഡിസീസ് കോസ്ഡ് ബൈ ഫംഗസ്. മൈക്കോ ഫംഗസ് ആണ്. അപ്പൊ മൈക്കോസിസ് ഡിസീസ് കോസ്ഡ് ബൈ ഫംഗസ്. ഓൺകോ ക്യാൻസർ ആണ്. പയോസിസ് ഫോർമേഷൻ ഓഫ് ബ്ലഡ്. പാർട്ടം ബർത്ത് അല്ലെങ്കിൽ ലേബർ. പോസ്റ്റ് പാർട്ടം, പ്രീ പാർട്ടം ഇതൊക്കെയാണ് ബർത്തിനെ കുറിക്കുന്നതാണ്. നെക്സ്റ്റ് സാനിറ്റ് ഹെൽത്ത്. കലോറി മീൻസ് ഹീറ്റ് ആണ്. കോമ ഡീപ് സ്ലീപ്പ്. ജിംനോ നേക്കഡ്. വൈറ്റോ മീൻസ് ലൈഫ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിഫിക്സ്, സഫിക്സ്, പിന്നെ മെയിൻ ടേം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ കുറേ മെഡിക്കൽ ടെർമിനോളജീസ് കിട്ടും, മെഡിക്കൽ ടേംസ് കിട്ടും. അപ്പൊ ഈ ഇതുപോലെ സഫിക്സ്, പ്രിഫിക്സ് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ മെയിൻ ടേം ഇതെല്ലാം കൂടെ കൂടി വരുന്ന ആ മെയിൻ ടേം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഹെൽത്ത് കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ എൻ്റെ ക്ലാസ്സസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.